അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ രണ്ടാമത്തെ ലെക്ചറാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ എനർജി ആൾട്ടർനേറ്റീവ്സ് അതിൽ വരുന്നതാണ് നീഡ് ഫോർ എനർജി ആൾട്ടർനേറ്റീവ്സ്. അതേപോലെ രണ്ട് ഓപ്ഷൻസ് ആണ് പറയുന്നത്, സോളാർ ഓപ്ഷനും അതേപോലെ ന്യൂക്ലിയർ ഓപ്ഷനും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതിനുശേഷം പ്രിൻസിപ്പിൾസ് ഓഫ് സോളാർ റേഡിയേഷൻ. ഈ ഒരു ഭാഗത്ത് സോളാർ കോൺസ്റ്റന്റ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ, ദെൻ സോളാർ റേഡിയേഷൻ റീച്ചിങ് എർത്ത് സർഫസ്, അതിന്റെ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ദെൻ ബേസിക് സൺ എർത്ത് ആംഗിൾസ്, ഒരു 6-7 ആംഗിൾസ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് നീഡ് ഓഫ് എനർജി ആൾട്ടർനേറ്റീവ്സ് നോക്കാം. നമ്മൾ ഇന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന എനർജി സോഴ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ മേജർ ഒരു ഷെയറും എന്തിനാണ്, ഫോസിൽ ഫ്യൂവലിനാണ്. ഫോസിൽ ഫ്യൂവൽ നമ്മൾ നോക്കുമ്പം 1700 മുതൽ നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡസ്ട്രിയിലായാലും അതേപോലെ നമ്മുടെ മോഡേൺ ലൈഫിനൊക്കെ ഫോസിൽ ഫ്യൂവൽ കാര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോസിൽ ഫ്യൂവൽ ഈ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഈ പൊല്യൂട്ടൻസ് എമിറ്റഡ് ഡ്യൂറിങ് ദ കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഈ പൊല്യൂട്ടൻസ് റെസ്പോൺസിബിൾ ഫോർ സ്മോഗ്, ആസിഡ് റെയിനും സ്മോഗിനൊക്കെ കാരണമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുപാട് പ്രശ്നങ്ങൾ, ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട്. Then environmental pollution has reached such high level it has become a serious threat to vegetation, wildlife and human health. വെജിറ്റേഷൻ നമ്മുടെ പ്ലാന്റ്സിന്, അതേപോലെ വൈൽഡ് ലൈഫ് നമ്മുടെ ആനിമൽസ് കാര്യങ്ങൾക്ക് എല്ലാത്തിനും, അതേപോലെ തന്നെ ഹ്യൂമൻ ഹെൽത്തിനൊക്കെ ഇതെന്തായിട്ടുണ്ട്, സീരിയസ് ത്രെട്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോസിൽ ഫ്യൂവലിന്റെ ഉപയോഗം കുറയ്ക്കുക തന്നെ വേണം. ദ കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽ പ്രൊഡ്യൂസസ് ദ ഫോളോയിങ് അൺഡിസൈറബിൾ എമിഷൻ. അതായത് ഈ ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എമിഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ്, ദെൻ NOx, ഹൈഡ്രോ കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, പെർട്ടിക്കുലേറ്റ് മാറ്റർ, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. കാർബൺ ഡയോക്സൈഡ് നോക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എർത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. ഈ ഗ്ലോബൽ വാർമിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗ്യാസുകൾക്ക് നമ്മൾ പറയും ഗ്രീൻ ഹൗസ് ഗ്യാസ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഇത് നമ്മുടെ ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ദെൻ അതേപോലെ NOx എന്ന് പറഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ്, അതേപോലെ HC ഹൈഡ്രോ കാർബൺ, ഇതൊക്കെ നമ്മുടെ സ്മോഗിന് റെസ്പോൺസിബിൾ ആയിട്ടാണ്. സ്മോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോഗും അതേപോലെ സ്മോക്കും, ഫോഗ് പ്ലസ് സ്മോക്ക്, ഇതിനാണ് എന്ത് പറയാം, ഫോഗ് എന്ന് പറയാം. അപ്പോൾ ഇത് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഈ ഫോസിൽ ഫ്യൂവലിന്റെ കേസിൽ ഉണ്ടാവുന്ന സമയത്ത് എന്തുണ്ടാവും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. അതായത് കാർബണിന്റെ കൂടെ 2 ഓക്സിജൻ കൂടി ചേരുമ്പോൾ എന്തുണ്ടാവും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. അതിന് പകരം ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളെങ്കിൽ അത് കാർബൺ മോണോക്സൈഡ് ആവും. അതായത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് ഹൈലി ടോക്സിക് ആണ്. അതായത് നമ്മൾ അത് ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് അതെന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിനെ നഷ്ടപ്പെടുത്തും. അപ്പൊ അത് നമുക്ക് സീരിയസ് ആയിട്ട് ഡെത്തിലേക്ക് തന്നെ അത് കോസ് ചെയ്യുന്ന പറയുന്നത്. ദെൻ SO2 സൾഫർ ഡയോക്സൈഡ് ആസിഡ് റെയിന് കാരണമാകുന്നുണ്ട്. അതായത് നമ്മുടെ സൾഫർ ഡയോക്സൈഡും അതേപോലെ H2O വാട്ടറും കൂടെ എന്ത് ചെയ്യും, നമ്മുടെ സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് H2SO4 ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. ഇത് എന്തിന് കാരണമാകുന്നുണ്ട്, ആസിഡ് റെയിന് കാരണമാകുന്നുണ്ട്. അതേപോലെ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയൊക്കെ അല്ലേ, നമ്മുടെ എന്താ പറയാ, ബേൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു പൊടിയായിട്ട് ഉണ്ടാവുന്ന ബ്ലാക്ക് കളറിൽ ഉണ്ടാവുന്ന ആ പൊടി, അതിനാണ് നമ്മൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയാം. ഇതെന്തുണ്ട്, അഡ്വേഴ്സ് ഹെൽത്ത് എഫക്ട്സ്, നമുക്ക് ഒരുപാട് ഹെൽത്ത് എഫക്ട്സുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. CO2 ഇസ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് ദാറ്റ് മേക്സ് ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്ന ഗ്യാസുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് CO2-നാണ്. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് CO2 ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് 2019 വാസ് അബൌട്ട് 410 ppm.
അത് 2019 കാലഘട്ടങ്ങളിൽ 410 ppm 410 പാർട്സ് പെർ മില്യൺ എന്ന് പറയും. അതായത് നമ്മൾ എയർ എടുക്കുകയാണെങ്കിൽ അതിന്റെ 0.41% ആയിരുന്നു 2019 കാർബൺ ഡയോക്സൈഡിന് ഉണ്ടായത്. അത് അതായത് ഒരു 100 വർഷങ്ങൾക്ക് മുന്നത്തേതിനേക്കാളും 20% എന്തായിട്ടുണ്ട്, കൂടിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. Then scientific reports indicate that Earth has already warmed up about 0.5 degrees Celsius during last century. അതായത് ലാസ്റ്റ് 100 വർഷങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ എർത്ത് 0.5 ഡിഗ്രി സെൽഷ്യസ് എന്തായിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ദെൻ അത് മാത്രമല്ല, നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഒരു 100 വർഷം അല്ലെങ്കിൽ 2100 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എർത്തിന്റെ ടെമ്പറേച്ചർ 2 ഡിഗ്രിയും കൂടെ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. A rise of this magnitude may cause severe changes in the weather pattern with storm, heavy rain, flooding, അതേപോലെ എന്താണ് റൈസിങ് ഓഫ് സീ ലെവൽ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, മെൽറ്റിംഗ് ഓഫ് ഐസ് ക്യൂബ്. നമ്മൾ ഇങ്ങനെ തന്നെ ഈ ഫോസിൽ ഫ്യൂൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെതർ പാറ്റേൺ കംപ്ലീറ്റ് മാറും. ഇങ്ങനെ മാറുന്ന സമയത്ത് സ്റ്റോമും അതേപോലെ ഹെവി റെയിനും ഫ്ലഡിങ് ഒക്കെ ഉണ്ടായിട്ട് അതേപോലെ സീ ലെവൽ റൈസ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ ഫോസിൽ ഫ്യൂൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ നേരിടാൻ പറ്റും. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂസിങ് റിന്യൂവബിൾ എനർജി സോഴ്സ്, അതായത് സോളാർ, വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക്, ബയോമാസ്, അതേപോലെ ജിയോ തെർമൽ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോസിൽ ഫ്യൂലിന്റെ യൂസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റിങ് എനർജി എഫിഷ്യൻസി പ്രാക്ടീസ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എനർജികളിലൊക്കെ അതിന്റെ എനർജി പ്രൊഡക്ഷൻ ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും കൺസംഷൻ ആയാലും ഇതിലൊക്കെ എന്ത് ചെയ്യുക, എനർജി എഫിഷ്യൻസി പ്രാക്ടീസ് കൊണ്ടുവരിക. എനർജി എഫിഷ്യൻസി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻസി ഇസ് ദ എക്സ്പ്രഷൻ ഫോർ മോസ്റ്റ് എഫക്റ്റീവ് യൂസ് ഓഫ് എനർജി റിസോഴ്സസ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി റിസോഴ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ എഫിഷ്യൻസി കൂട്ടുന്നതോടെ എന്ത് കിട്ടും, നമുക്ക് എനർജി കൺസർവേഷൻ പോസിബിൾ ആയിരിക്കും. അതായത് എനർജിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞ രണ്ട് മെത്തേഡ്സും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഏറ്റവും നല്ലത് ഏതായിരിക്കും? ഇവിടെ നമ്മൾ യൂസിങ് റിന്യൂവബിൾ എനർജി സോഴ്സ് നമ്മൾ പറഞ്ഞു. റിന്യൂവബിൾ എനർജി സോഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോസിൽ ഫ്യൂലിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാതിരിക്കാം. അതായത് റിന്യൂവബിൾ എനർജി സോഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അത്രയും നമുക്ക് എന്ത് ചെയ്യണ്ട, ഫോസിൽ ഫ്യൂൽ യൂസ് ചെയ്യണ്ട. പക്ഷേ നമ്മൾ എനർജി എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ, എനർജി എഫിഷ്യൻസി പ്രാക്ടീസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഫോസിൽ ഫ്യൂലിനെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എനർജി എഫിഷ്യൻസി can only reduce fossil fuel use while the renewable energy can directly replace it. ഓക്കെ, അപ്പൊ നമുക്ക് ഈ യൂസിങ് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പോൾ എനർജി ആൾട്ടർനേറ്റീവ്സിന് എന്തുകൊണ്ടാണ് നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഫോസിൽ ഫ്യൂൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിന്റെ മെയിൻ റീസൺ. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് റിന്യൂവബിൾ എനർജി സോഴ്സുകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ എനർജിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം റിന്യൂവബിളിന്റെ കേസിൽ സോളാർ ഉണ്ട്, വിൻഡ്, ഹൈഡ്രോ, ജിയോ തെർമൽ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ്? സോളാർ ആണ്. അപ്പൊ സോളാർ ആണ് നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റിന്യൂവബിൾ എനർജി സോഴ്സ് നമ്മൾ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സോളാർ. ദെൻ പിന്നെ ന്യൂക്ലിയർ ഓപ്ഷൻ. അപ്പൊ നിങ്ങളുടെ സിലബസിൽ പറയുന്നത് അത് തന്നെയാണ്, സോളാർ ഓപ്ഷനും പറയുന്നുണ്ട്, അതേപോലെ ന്യൂക്ലിയർ ഓപ്ഷനും പറയുന്നുണ്ട്. ദെൻ സോളാർ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ബെസ്റ്റ് നോൺ റിന്യൂവബിൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സോളാർ എനർജിയാണ്. സോളാർ എനർജിനെ പറ്റി നമുക്ക് ഒരുപാട് വരും ടോപ്പിക്കുകളിൽ പഠിക്കാനുണ്ട്. നമ്മളിപ്പം ജസ്റ്റ് അതിന്റെ ഒരു ബേസിക് കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. Although solar energy is sufficient to meet energy needs of the entire world, currently it is not used as extensively because of the low concentration. അതായത് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ സോളാർ എനർജി നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻറ്റയർ വേൾഡിന്റെ എല്ലാ എനർജി നീഡുകൾക്കും നമുക്ക് സോളാർ മാത്രം മതി. പക്ഷേ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അതിന്റെ ലോ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി, എനർജി ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയും എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് സോളാർ
യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ റിലേറ്റീവ്ലി ഹൈ ക്യാപിറ്റൽ കോസ്റ്റ്, അതായത് നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹാർനസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കോസ്റ്റ് എന്താണ്, ഹൈ ആണ്. അതായത് ഇനീഷ്യലി ഉണ്ടാകുന്ന ആ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. അതുകൊണ്ടാണ് നമുക്ക് സോളാറിന്റെ യൂസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, സോളാറിന്റെ യൂസ് നമുക്ക് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്തത്. ദെൻ സോളാർ എനർജി നമ്മൾ ഏതൊക്കെ രീതിയിലാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ഒന്നെന്താണ്, ഫോട്ടോ വോൾട്ടൈക് സോളാർ പാനൽ, അതായത് നമ്മുടെ PV പാനൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ സോളാർ വാട്ടർ ഹീറ്റർ, എയർ ഹീറ്റർ, തെർമൽ എനർജി ഹാർവെസ്റ്റിംഗ്, ഇങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ നമ്മൾ സോളാർ എനർജിനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പിന്നീട് പഠിക്കും ഓരോന്ന്. അടുത്തായിട്ട് നമ്മുടെ ഒരു ഓപ്ഷനാണ് ന്യൂക്ലിയർ എനർജി. എന്താണ് ന്യൂക്ലിയർ എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ, the tremendous amount of energy associated with the strong bonds within the nucleus of an atom is called nuclear energy. അത് ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ന്യൂക്ലിയസിൽ എന്തുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടുകൾ ഉണ്ട്. ഈ ബോണ്ടുകളിൽ ഉണ്ടാവുന്ന എനർജിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയർ എനർജി. ഇതെന്താണ്, ട്രമൻഡസ് ആയിട്ട്, അതായത് വലിയൊരു എമൗണ്ട് ഓഫ് എനർജി അതിന്റെ ബോണ്ടിൽ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ യുറേനിയം 235 ഒക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ കേസിൽ ഒരു യുറേനിയം 235ന്റെ കേസിൽ ഇതാ 3.2 × 10⁻⁻11 ജൂൾ, ഇത്രയും എനർജി ഒരൊറ്റ യുറേനിയം 235ന്റെ ആറ്റത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ന്യൂക്ലിയർ എനർജി നമ്മൾ യൂസ് ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ എമൗണ്ട് ആണ്, ഹൈ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ന്യൂക്ലിയർ എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സീറോ എമിഷൻ ക്ലീൻ എനർജി സോഴ്സ്. നമ്മൾ ഫോസിൽ ഫ്യൂൽ ഒക്കെ പറഞ്ഞു, അതിന്റെ ഒരുപാട് എമിഷൻസ് ഒക്കെ പറഞ്ഞു. പക്ഷെ ന്യൂക്ലിയറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സീറോ എമിഷൻ ആണ്, അത് ഒരു എമിഷൻസും ഉണ്ടാക്കുന്നില്ല, അതേപോലെ ക്ലീൻ ആണ്. പക്ഷെ ഇതിന്റെ റേഡിയേഷൻസ് മാത്രമാണ് ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നമ്മൾ ഒരുപാട് എന്തായിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റേഡിയേഷൻസിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂക്ലിയറിനെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പിന്നെ ഇthen നോക്കുകയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞാണ്, മോസ്റ്റ് വൈഡ്ലി നോൺ ഫിഷൻ റിയാക്ഷൻ ഇൻവോൾവ് സ്പ്ലിറ്റിംഗ് ഓഫ് യുറേനിയം 235. യുറേനിയം 235 ഐസോട്ടോപ്പിന്റെ സ്പ്ലിറ്റിംഗ് ആണ് നമ്മൾ മെയിൻലി പറയുന്നത്. അതിന്റെ കേസിൽ എന്താകുന്നുണ്ട്, ഒരു യുറേനിയം 235 സ്പ്ലിറ്റ് ആയിട്ട് സീഷ്യം അതേപോലെ റുബീഡിയം ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്. അതിന്റെ കൂടെ 3 ന്യൂട്രോൺസ് ഉണ്ടാവുന്നുണ്ട്. ദെൻ 3.2 × 10⁻⁻11 ജൂൾ, ഇത്രയും എനർജി ഒരൊറ്റ സിംഗിൾ യുറേനിയം 235 സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ന്യൂക്ലിയർ എനർജിന്റെ യൂസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻലി അത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ സബ്മറൈൻസിൽ നമ്മൾ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പേസ് ക്രാഫ്റ്റിൽ വരെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി മെയിൻലി യൂസ് ചെയ്യുന്നത്. ദെൻ there are over 450 nuclear reactors operating worldwide with a total capacity of about 4 lakh megawatt. നമ്മൾ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 450ഓളം ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുനിന്ന് 4 ലക്ഷത്തോളം മെഗാവാട്ട് ഓഫ് എനർജി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. Then percentage of electricity produced by nuclear power is 76% in France. ഫ്രാൻസിൽ മൊത്തം ഉണ്ടാക്കുന്ന എനർജിയുടെ 76%ഉം എന്തെന്നാണ് ഉണ്ടാക്കുന്നത്, ന്യൂക്ലിയർ എനർജി എന്നാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ റഷ്യന്റെ കേസിൽ, അതേപോലെ UK-ന്റെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ 19%ഉം എന്തെന്നാണ്, ന്യൂക്ലിയർ എനർജി എന്നാണ്. ജർമ്മനിന്റെ കേസിൽ 14%ഉം US-ന്റെ കേസിൽ 20%ഉം എനർജി ഉണ്ടാക്കുന്നത് എന്തെന്നാണ്, ന്യൂക്ലിയർ. അപ്പോൾ സോളാർ ഓപ്ഷന്റെയും ന്യൂക്ലിയർ ഓപ്ഷന്റെയും കാര്യത്തിൽ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സോളാർ റേഡിയേഷൻ, അടുത്തൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് നമുക്കറിയാം നമ്മുടെ മെയിൻ എനർജി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സൺ ആണ്. സൺ ഈസ് അവർ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. ദെൻ സണ്ണിൽ നിന്ന് വരുന്ന എനർജി നമുക്ക് എങ്ങനെ കിട്ടുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എമിറ്റഡ് ബൈ ദ സൺ ഈസ് കോൾഡ് സോളാർ റേഡിയേഷൻ. സോളാർ റേഡിയേഷൻ വഴിയാണ് എന്ത് നമുക്ക് സണ്ണിലുള്ള എനർജി നമ്മുടെ എർത്തിലേക്ക് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ രീതിയിലാണ് സണ്ണിൽ നിന്ന് വരുന്ന എനർജി നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ദെൻ സണ്ണിന്റെ ഡയമെൻഷൻ പറയുകയാണെങ്കിൽ സൺ ഈസ് നിയർലി എ സ്ഫെറിക്കൽ ബോഡി, ഓൾമോസ്റ്റ് ഒരു സ്ഫെറിക്കൽ ബോഡിയാണ് വിത്ത് ഡയമീറ്റർ ഓഫ് 1.393 × 10⁻⁶ കിലോമീറ്റർ. ഇത്രയും ഡയമീറ്റർ ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ സൺ എന്ന് പറഞ്ഞാൽ. അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ
m is equal to 2 into 10 raised to 30 ഇത്രയും കിലോഗ്രാം വരുന്നുണ്ട്. ദെൻ എർത്ത് എന്നുള്ള ഡിസ്റ്റൻസ് മീൻ ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.496 into 10 raised to 8 കിലോമീറ്റർ ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മുടെ സൺ ഉള്ളത്. ദെൻ സൺ എത്രത്തോളം റേഡിയേഷൻ ആണ് എമിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സൺ എമിറ്റ് റേഡിയേഷൻ എനർജി കണ്ടിന്യൂസ്ലി അറ്റ് എ റേറ്റ് 3.8 into 10 raised to 26 വാട്ട്. അതായത് ഓരോ സെക്കൻഡിലും ഇത്രയും എനർജി 3.8 into 10 raised to 26 ജൂൾ എനർജി ഓരോ സെക്കൻഡിലും എന്താക്കുന്നുണ്ട്, സൺ എമിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇത്രയും വാട്ട് എന്ന് പറയുന്നത്. ദെൻ ലെസ് ദാൻ എ ബില്യൺത്ത് ഓഫ് ദിസ് എനർജി, അതായത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയിൽ ബില്യൺത്തിൽ ഒരു ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രൈക്സ് ദ എർത്ത്, എർത്തിലേക്ക് എത്തുന്നത്, വിച്ച് ഈസ് സഫിഷ്യന്റ് ടു കീപ് ദ എർത്ത് അറ്റ് എ ടെമ്പറേച്ചർ സ്യൂട്ടബിൾ ഫോർ ലൈഫ്. അപ്പൊ ഈ ഒരു 1/billion എനർജി മാത്രം എർത്തിലേക്ക് എത്തിയിട്ട് തന്നെ നമ്മുടെ എർത്തിന്റെ ടെമ്പറേച്ചർ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സണ്ണിന്റെ എനർജിക്ക്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും വലിയതാണ് ആ ഒരു എനർജി, സണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയാം. ദെൻ ദി സൺ ജനറേറ്റ് എനർജി ത്രൂ കണ്ടിന്യൂസ് ഫ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ നേരത്തെ ഫിഷന്റെ കേസ് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ആണ് ഫ്യൂഷൻ. ഇവിടെ എന്താണ്, 2 ഹൈഡ്രജൻ ആറ്റംസ് ഫ്യൂസ്ഡ് ഫ്രം 1 ആറ്റം ഓഫ് ഹീലിയം. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഒരു ഹീലിയം ആറ്റം ഫോം ചെയ്യും. ഇതിന്റെ കൂടെ ഒരുപാട് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ സണ്ണിന്റെ കേസിൽ എനർജി ജനറേറ്റ് ആവുന്നത്. ഈ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ഈ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കൂ. സണ്ണിന്റെ കേസിൽ ഓൾറെഡി എന്താണ്, ഹയർ ടെമ്പറേച്ചറിലാണ് സണ്ണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫ്യൂഷൻ റിയാക്ഷൻ പോസിബിൾ ആയിരിക്കും. Then the temperature of sun is about 400 lakh Kelvin. ഇത്രയും വലിയൊരു ടെമ്പറേച്ചർ ആണ് സണ്ണിന്റെ കോറിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത് നമ്മുടെ സണ്ണിന്റെ സർഫസിലേക്ക് വരുമ്പോൾ അത് എത്രയായിട്ട് കുറയുന്നുണ്ട്, 5800 കെൽവിൻ ആയിട്ട് കുറയുന്നുണ്ട്. അത് കാരണം എന്താണ്, സണ്ണിന്റെ സർഫസിലേക്ക് വരുമ്പോൾ റേഡിയേഷൻ ലോസ്, അതായത് എനർജി റേഡിയേഷൻ വഴി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെയാണ് അതിന്റെ ടെമ്പറേച്ചർ കുറയുന്നത്. ദെൻ ഇനി നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ് സോളാർ കോൺസ്റ്റന്റ്. ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. സോളാർ കോൺസ്റ്റന്റ് ഈസ് ദ ടോട്ടൽ റേഡിയേഷൻ എനർജി റിസീവ്ഡ് ഫ്രം ദ സൺ പെർ യൂണിറ്റ് ഓഫ് ടൈം പെർ യൂണിറ്റ് ഏരിയ ഓൺ എ തിയററ്റിക്കൽ സർഫസ് പെർപെൻഡിക്കുലർ ടു ദ സൺസ് റേസ് ആൻഡ് അറ്റ് മീൻ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. അതായത് നമ്മുടെ എർത്തിൽ ഒരു സ്ഥലം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എർത്ത് ആണ്, അതേപോലെ ഇവിടെ സൺ ഉണ്ട്. അപ്പൊ ഈ സണ്ണിൽ നിന്ന് വരുന്ന എനർജി നമ്മുടെ എർത്തിലേക്ക് നമ്മൾ ഈ റേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിറ്റ് ചെയ്യിക്കുന്നു. ഈ സർഫസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ആണ്. അതേപോലെ ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ മീൻ ഡിസ്റ്റൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ മീൻ ഡിസ്റ്റൻസിലാണ് ഈ ഒരു സർഫസ് ഉള്ളത്. അപ്പോൾ ഈ സർഫസിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന എനർജി, അല്ലെങ്കിൽ ഈ സർഫസിൽ ഒരു സെക്കൻഡിൽ ഹിറ്റ് ചെയ്യുന്ന എനർജിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളാർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ വായിച്ചു വെക്കാം. സോളാർ കോൺസ്റ്റന്റ് ഈസ് ദ ടോട്ടൽ എനർജി റേഡിയേഷൻ, മൊത്തം ആക്സെപ്റ്റ് ആവുന്ന എനർജി ഫ്രം ദ സൺ പെർ യൂണിറ്റ് ടൈം, ഒരു സെക്കൻഡിൽ വരുന്ന എനർജി പെർ യൂണിറ്റ് ഏരിയ, ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ വരുന്ന എനർജി അറ്റ് യൂണിറ്റ് ടൈം ഓൺ എ തിയററ്റിക്കൽ സർഫസ് പെർപെൻഡിക്കുലർ ടു സൺസ് റേസ്. നമ്മൾ വരുന്ന സൺസ് റേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു സർഫസ് എടുക്കുകയാണെങ്കിൽ അവിടേക്ക് വരുന്ന എനർജിക്കാണ് എന്ത് പറയുന്നത്, സോളാർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്രോക്സിമേറ്റ്ലി 1.366 കിലോ വാട്ട്, അല്ലെങ്കിൽ എത്രയാണ്, 1366 വാട്ട്. ഇത്രയാണ് ഇതിന്റെ വാല്യൂ. GS നമ്മൾ ഡിനോട്ട് ചെയ്യും. Then the constant is fairly constant, increasing by 0.2% at the peak of each 11-year solar cycle. അതായത് ഒരു 11 വർഷമൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു GSന്റെ വാല്യൂല് മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ഒരു 0.2% ഇൻക്രീസോ ഡിക്രീസോ മാത്രമേ, വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ഫെയർലി കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. ദെൻ അടുത്ത നമുക്ക് നോക്കാനുള്ള ഒരു ഭാഗമാണ് സോളാർ റേഡിയേഷൻ റീച്ചിങ് എർത്ത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സണ്ണിൽ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്, എനർജി പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, റേഡിയേഷൻ വഴി അതെന്താവുന്നുണ്ട്, നമ്മുടെ എർത്തിൽ എത്തുന്നുണ്ട്. നമുക്ക് നോക്കാം. ദ സോളാർ എനർജി ഇൻസിഡന്റ് ഓൺ സർഫസ് ഓൺ എർത്ത് ഈസ് കൺസിഡർഡ് ടു കൺസിസ്റ്റ് ഡയറക്റ്റ് ആൻഡ് ഡിഫ്യൂസ് പാർട്ട്. അതായത് നമ്മൾ റേഡിയേഷൻ വഴി സണ്ണിൽ നിന്ന് വരുന്ന
എനർജിയിൽ രണ്ട് പാർട്ടുകളുണ്ട്. ഒന്ന് ഡയറക്റ്റ് പാർട്ട് ഉണ്ട്, അതേപോലെ ഡിഫ്യൂസ് പാർട്ട് ഉണ്ട്. The part of energy which reaches a surface without being scattered or absorbed by atmosphere is called direct solar radiation. അതായത് സണ്ണിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്ന എനർജി നമ്മുടെ എർത്തിലേക്ക് എത്തുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇടയ്ക്ക് ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അപ്പൊ അറ്റ്മോസ്ഫിയറിലൊന്നും ഒരു പാർട്ടിക്കിൾസും തട്ടാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എർത്തിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ, ഡയറക്റ്റ് റേഡിയേഷൻ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ജി സഫിക്സ് ക്യാപിറ്റൽ ഡി ആണ്. അപ്പം അതിന് എന്തൊന്നും നടക്കുന്നില്ല, സ്കാറ്ററിങ് നടക്കുന്നില്ല, അതേപോലെ അബ്സോർപ്ഷൻ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ വരുന്ന റേഡിയേഷൻസ് നമ്മൾ ഡയറക്റ്റ് റേഡിയേഷൻ എന്ന് പറയും. ദെൻ അടുത്താണ് സ്കാറ്റേർഡ് റേഡിയേഷൻ. അതെന്ന് പറഞ്ഞാൽ ഈസ് അസ്യൂംഡ് ടു റീച്ച് ദ എർത്ത് സർഫസ് യൂണിഫോംലി ഫ്രം ഓൾ ഡയറക്ഷൻ ആൻഡ് ഈസ് കോൾഡ് ഡിഫ്യൂസ് സോളാർ റേഡിയേഷൻ. അതായത് ഇവിടുന്ന് സണ്ണിന്ന് വരുന്ന ഈ റേഡിയേഷൻ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസുകളിലും പാർട്ടിക്കിൾസിലൊക്കെ തട്ടിയിട്ട് മൊത്തത്തിൽ സ്കാറ്റർ ആവും, എല്ലാ സൈഡിലേക്കും സ്കാറ്റർ ആവും. അങ്ങനെ നമ്മുടെ എർത്തിൽ ഫോളോ ചെയ്യുന്ന റേഡിയേഷൻസ് നമ്മൾ ഡിഫ്യൂസ് റേഡിയേഷൻ എന്ന് പറയും. സ്കാറ്ററിങ് നടക്കുന്ന റേഡിയേഷൻസിനെ ഡിഫ്യൂസ് റേഡിയേഷൻ എന്ന് പറയും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജി സഫിക്സ് സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ്. ദെൻ നമ്മൾ ഡിഫ്യൂസ് റേഡിയേഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാരീസ് ഫ്രം അബൌട്ട് 10% ഓഫ് ദ ടോട്ടൽ റേഡിയേഷൻ ഓൺ എ ക്ലിയർ ഡേ. നമ്മളൊരു ക്ലിയർ ഡേ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ടോട്ടൽ വരുന്നതിന്റെ 10% ഒക്കെ മാത്രമേ എന്തുണ്ടാവും, ഡിഫ്യൂസ് റേഡിയേഷൻ ഉണ്ടാവും. ബാക്കി 90% എന്തായിരിക്കും, ഡയറക്റ്റ് റേഡിയേഷൻ ആയിരിക്കും. പക്ഷേ ക്ലൗഡി ഡേ ആകുന്ന സമയത്ത് ഒരുപാട് എന്ത് നടക്കും, ഇതേപോലെ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ സ്കാറ്ററിങ് നടക്കും. ഇങ്ങനെ സ്കാറ്ററിങ് നടക്കുന്ന സമയത്ത് ക്ലൗഡി ഡേന്റെ കേസിൽ 100% അറൌണ്ട് നിയർലി 100% എന്ത് തന്നെ ആയിരിക്കും, ഈ സ്കാറ്റർ ചെയ്ത് വരുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ് റേഡിയേഷൻ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഇത് നമുക്ക് ഒരു എക്സ്പ്രഷൻ രീതിയിൽ എഴുതുകയാണെങ്കിൽ ദ ടോട്ടൽ സോളാർ എനർജി ഇൻസിഡന്റ് ഓൺ ദ യൂണിറ്റ് ഏരിയ ഓഫ് എ ഹൊറിസോണ്ടൽ സർഫസ് ഓൺ ദി ഗ്രൗണ്ട് ജി സോളാർ. അതായത് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജി ഡി കോസ് തീറ്റ പ്ലസ് ജി ഡി. ഇതിനകത്ത് ഇത് ഡയറക്റ്റ് റേഡിയേഷൻ ആണ്, ഇത് ഡിഫ്യൂസ് റേഡിയേഷൻ ആണ്. ഇനി എന്തിനാണ് ഈ ഒരു കോസ് തീറ്റ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ സോളാർ റേഡിയേഷൻ വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ എർത്തിന്റെ ഹൊറിസോണ്ടൽ സർഫസ് ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ചു. അപ്പൊ ഈ കംപ്ലീറ്റ് റേഡിയേഷനും എന്ത് ചെയ്യില്ല, ഈ ഒരു സർഫസിൽ ഡയറക്റ്റ്ലി കിട്ടൂല, അതിന്റെ ഒരു കമ്പോണന്റ് മാത്രമേ വരൂ. അപ്പൊ നമ്മൾ ഈ സർഫസിന് ഒരു വെർട്ടിക്കൽ വരയ്ക്കുക, സർഫസിനൊരു വെർട്ടിക്കൽ വരയ്ക്കുക. ഈ വെർട്ടിക്കലിനും സൺസ് റേക്കും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്, തീറ്റ. ഈ തീറ്റ ആംഗിൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന റേഡിയേഷൻസിന്റെ ഈ ഭാഗത്തു നിന്ന് വരുന്ന റേഡിയേഷൻസിന്റെ ഒരു കോസ് കമ്പോണന്റ് മാത്രമേ നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസിൽ പതിക്കും. അതുകൊണ്ടാണ് ഇവിടെ ജി ഡി കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിന്റെ കൂടെ എന്തുണ്ട്, ഡിഫ്യൂഷൻ നടന്നിട്ട് വരുന്ന റേഡിയേഷൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ എനർജി ജി സോളാർ എന്ന് പറഞ്ഞാൽ ജി സഫിക്സ് ക്യാപിറ്റൽ ഡി കോസ് തീറ്റ പ്ലസ് ജി സഫിക്സ് സ്മോൾ ഡി എന്ന് എഴുതാൻ പറ്റും. അതിനകത്ത് തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ എന്താണ്, സൺസ് റേയും അതേപോലെ നോർമൽ ഓഫ് ദ സർഫസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ബേസിക് സൺ എർത്ത് ആംഗിൾസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ആംഗിൾസ് നിങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതലും നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ആംഗിൾസ് തന്നെ ആയിരിക്കും. ഫസ്റ്റ് ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ടഡ് ബൈ ലെറ്റർ 5. ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ലാറ്റിറ്റ്യൂഡ് ഓഫ് എ ലൊക്കേഷൻ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ റേഡിയൽ ലൈൻ ജോയിനിങ് ദ ഗിവൺ ലൊക്കേഷൻ ടു ദ സെന്റർ ഓഫ് ദി എർത്ത് വിത്ത് ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. അതായത് ഇതാണ് നമ്മുടെ എർത്ത്. നമ്മൾ ഈ ഒരു പോയിന്റിൽ ഇവിടെ പി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് നമ്മൾ ഉള്ളതെന്ന് വിചാരിക്കുക. ഈ പോയിന്റും നമ്മുടെ എർത്തിന്റെ സെന്ററും തമ്മിൽ കണക്ട് ചെയ്തു. അതാണ് ഈ ഒരു ലൈന്. ഈ ലൈന് ഇക്വറ്റോറിയൽ പ്ലെയിൻ, അതായത് ഇതാണ് നമ്മുടെ ഇക്വേറ്റർ വരിക. എർത്തിന്റെ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഈ ഇക്വറ്റോറിയൽ പ്ലെയിനിലേക്ക് നമ്മൾ ഈ ലൈനിന്റെ പ്രൊജക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊജക്ട് ചെയ്യുന്നു. ആ പ്രൊജക്ഷനാണ് ഇവിടെ കാണുന്നത്. ഇതാണ് അതിന്റെ പ്രൊജക്ഷൻ വരിക. ഈ ലൈനിന്റെ പ്രൊജക്ഷൻ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ നമുക്ക് ഇവിടെ കിട്ടി. ഈ രണ്ട് ലൈനും ഇടയ്ക്കുള്ള ആംഗിളിനാണ് നമ്മൾ എന്ത് പറയാം, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഇതിന്റെ കേസിൽ നോർത്തേൺ ഹെമിസ്ഫിയർ മുകളിൽ
ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്ത ആംഗിൾ ആണ് ഡിക്ലിനേഷൻ. ഡിക്ലിനേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഡെൽറ്റ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. ഡിക്ലിനേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ജോയിനിങ് സെന്റർ ഓഫ് ദ സൺ ആൻഡ് എർത്ത് ആൻഡ് ഈസ് പ്രൊജക്ഷൻ ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ സൺ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. സണ്ണിന്റെ സെന്ററും അതേപോലെ എർത്തിന്റെ സെന്ററും നമ്മൾ ജോയിൻ ചെയ്തു. അതാണ് ഈ ഒരു ലൈൻ. അതിന്റെ പ്രൊജക്ഷൻ നമ്മൾ എവിടെ എടുത്തു, നേരത്തെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ നമ്മൾ എടുത്തു. ഇതാണ് നമ്മുടെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ കിട്ടിയ പ്രൊജക്ഷൻ. ഈ പ്രൊജക്ഷനും ആ ഒരു ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ എന്താ പറയുക, ഡെൽറ്റ എന്ന് പറയാം. ദെൻ ഡെൽറ്റ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 23.45 സൈൻ 360 ഡിവൈഡ് ബൈ 365 ഇൻറ്റു 284 പ്ലസ് n. ഇതിനകത്ത് n എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേ ഓഫ് ദ ഇയർ കൗണ്ടഡ് ഫ്രം ജാനുവരി 1. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫെബ്രുവരി 21 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യണം, ജാനുവരിന്റെ കേസിൽ എത്ര ഉണ്ട്, 31 ദിവസം ഉണ്ടാവും പ്ലസ് 21. ആ രീതിയിൽ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, n. ദെൻ ഡിക്ലിനേഷന്റെ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സിമം അത് എത്ര ആവുന്നുണ്ട്, പ്ലസ് 23.45 ആവുന്നുണ്ട്. അതുപോലെ മിനിമം എത്ര ആവുന്നുണ്ട്, മൈനസ് 23.45 ആവുന്നുണ്ട്. ഇതാവുന്ന ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ ജൂൺ 21 ആണ് മാക്സിമം ആവുന്നത്. അതേപോലെ ഡിസംബർ 22 മിനിമം ആവുന്നത്. ദെൻ വേറെ 2 ദിവസങ്ങൾ അത് 0 ആവുന്നുണ്ട്. ഏതൊക്കെയാണ്, മാർച്ച് 22 അതേപോലെ സെപ്റ്റംബർ 22 അത് 0 ആവുന്നുണ്ട്. അതിന്റെ ഒരു കർവ് ആണ് ഇവിടെ കൊടുത്തത്. ഈ ആക്സിൽ എന്തുണ്ട്, മന്ത് ഉണ്ട്. ഈ ആക്സിൽ അതിന്റെ ഡെൽറ്റയുടെ വാല്യൂ ഉണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിസംബർ 22 ആവുന്ന സമയത്ത് മൈനസ് 23.45 ആണ്. പിന്നെ അത് ഇൻക്രീസ് ആയി മാർച്ച് 22 ആകുമ്പോൾ അത് 0 ആയി. ദെൻ വീണ്ടും ഇൻക്രീസ് ആയിട്ട് ജൂൺ 21 ആകുമ്പോൾ പ്ലസ് 23.45 ആയി. ദെൻ കുറഞ്ഞു സെപ്റ്റംബർ 22 ആവുന്ന സമയത്ത് അത് വീണ്ടും 0 ആയി. ദെൻ ഡിസംബർ 22 ആകുമ്പോഴേക്കും അത് വീണ്ടും മൈനസ് 23.45 എത്തും. ദെൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആംഗിൾ ആണ് ഹവർ ആംഗിൾ. ഒമേഗ എന്ന് പറഞ്ഞ ലെറ്ററാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യും. ഇതിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ത്രൂ വിച്ച് ദ എർത്ത് മസ്റ്റ് റൊട്ടേറ്റ് ടു ബ്രിങ് മെറിഡിയൻ ഓഫ് ദ പോയിന്റ് ഡയറക്ട്ലി അണ്ടർ ദ സൺ. അതായത് നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ലൊക്കേഷനിലുള്ള മെറിഡിയന് സണ്ണിന് നേരെ താഴെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എർത്തിനെ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം, അതിനാണ് ഹവർ ആംഗിൾ എന്ന് പറയാം. ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, അതിനെ വേറെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ആംഗുലാർ മെഷർ ഓഫ് ടൈം അറ്റ് ദ റേറ്റ് ഓഫ് 15 ഡിഗ്രി പെർ ഹവർ. അതായത് നമ്മൾക്കറിയാം ഒരു ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ 24 ഹവർ ആണ് എന്ത്, ഒരു ദിവസം. ഈ ഒരു ദിവസത്തിൽ നമ്മുടെ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ആണെന്ത്, ഒരു ഹവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ആണെന്ത്, ഹവർ ആംഗിൾ. അപ്പൊ നമുക്ക് ഹവർ ആംഗിൾ കണ്ടുപിടിക്കാം. ഹവർ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഡിവൈഡ് ബൈ 24. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 15 ഡിഗ്രി പെർ ഹവർ. അപ്പൊ ഇതിനാണ് ഹവർ ആംഗിൾ എന്ന് പറയാം. അടുത്തായിട്ട് ഹവർ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഹവർ ആംഗിൾ മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി 2 ടൈമുകളുണ്ട്. അതായത് ലോക്കൽ അപ്പാരന്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്റ്റാൻഡേർഡ് ടൈം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ്റെ കേസിലാണെങ്കിൽ ഇന്ത്യൻ IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഇങ്ങനെ പറഞ്ഞിട്ട് 2 ടൈമുകളുണ്ട്. ഈ ലോക്കൽ അപ്പാരന്റ് ടൈമിന്റെ വേറൊരു പേരാണ് സോളാർ ടൈം. ഈ സോളാർ ടൈം അല്ലെങ്കിൽ ലോക്കൽ അപ്പാരന്റ് ടൈമും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇതിന് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും എല്ലാ സമയത്തും. അപ്പൊ നമ്മളിവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ സോളാർ ടൈം അല്ലെങ്കിൽ ലോക്കൽ അപ്പാരന്റ് ടൈമിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇനി നമുക്ക് നോക്കാം. ഹവർ ആംഗിൾ ഈസ് മെഷേർഡ് ഫ്രം നൂൺ. നൂൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 മണിയാണ് നൂൺ. അത് ഏതാണ്, ലോക്കൽ അപ്പാരന്റ് ടൈം അല്ലെങ്കിൽ സോളാർ ടൈം നൂൺ. അവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ലോക്കൽ അപ്പാരന്റ് ടൈം പോസിറ്റീവ് ഇൻ ദ ആഫ്റ്റർനൂൺ, അതായത് ഉച്ചയ്ക്ക് ശേഷം പോസിറ്റീവായിട്ടും ഉച്ചയുടെ മുന്നേ അതായത് ഫോർനൂൺ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് എന്ത്, സോളാർ നൂൺ അല്ലെങ്കിൽ 12 മണി. സോളാർ ടൈം 12 മണി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അവിടെ ഹവർ ആംഗിൾ നമ്മൾ 0 ആയിട്ട്
ഡിഫൈൻ ചെയ്തു. ദെൻ അതിന് മുന്നേ ഉള്ള സമയം, അതായത് ഫോർനൂൺ, ഈ ഒരു സൈഡിലേക്ക് ഫോർനൂൺ നമ്മൾ നെഗറ്റീവ് ആയിട്ടും അതിനുശേഷമുള്ള ആഫ്റ്റർനൂൺ നമ്മൾ പോസിറ്റീവ് ആയിട്ടും എടുത്തു. അപ്പം നമ്മളൊരു 11 മണി, സോളാർ ടൈം 11 മണി നോക്കുകയാണെങ്കിൽ എവിടേക്ക് വരും? 15 ഡിഗ്രി മാറിയിട്ടായിരിക്കും വരിക. അപ്പൊ ഈ ഒരു 15 ഡിഗ്രി മാറിയിട്ടായിരിക്കും 11 മണി വരിക. സോളാർ ടൈം ആണ്, സോളാർ ടൈം 11 മണി വരിക എന്നാൽ 15 ഡിഗ്രി മാറിയിട്ടായിരിക്കും. അപ്പൊ അവിടുത്തെ ഹവർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15 ഡിഗ്രിയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഫോർനൂൺ ആണ്, ഫോർനൂൺ ആണ് എത്രയാണ്? -15 ഡിഗ്രി ആയിരിക്കും 11 മണി ആ ഒരു സമയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹവർ ആംഗിൾ. then അതേപോലെ ആഫ്റ്റർനൂൺ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ആഫ്റ്റർനൂൺ ഒരു 3 മണി നോക്കുകയാണെങ്കിൽ, 3 മണി എന്ന് പറഞ്ഞാൽ 3 × 12 മണി കഴിഞ്ഞിട്ട് 1 മണി, 2 മണി, 3 മണി. അപ്പം 3 അവർ ഉണ്ടാവും. 15 ഇവിടെ വരും, 15 ഇവിടെ വരും, 15 ഇവിടെ വരും. ടോട്ടൽ വരുന്നത് 45 ഡിഗ്രി വരും. തന്നെ ഇത് ആഫ്റ്റർനൂൺ ആയിട്ട് തന്നെ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആയിട്ട് +45 എന്നുള്ളതായിരിക്കും ആഫ്റ്റർനൂൺ ഉള്ള ഹവർ ആംഗിൾ വരും. അപ്പൊ ഇതാണ് ഹവർ ആംഗിളിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ആംഗിൾ ആണ് ഓൾട്ടിറ്റ്യൂഡ് ആംഗിൾ ആൽഫ, അതേപോലെ ജെനിത്ത് ആംഗിൾ തീറ്റ സെഡ്. then ഒരു ആംഗിൾ കൂടെ ഉണ്ട്, സർഫസ് അസിമുത്ത് ആംഗിൾ ഗാമ എസ് എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്, ആദ്യം ഓൾട്ടിറ്റ്യൂഡ് ആംഗിൾ ആൽഫ നോക്കാം. ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് സൺസ് റേസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് ആൻഡ് ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് കാണാം. പ്രൊജക്ഷൻ എടുക്കുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. നേരത്തെ ഡിക്ലിനേഷൻ പറഞ്ഞ സമയത്തും അതുപോലെ നമ്മളെന്തായിരുന്നു ലാറ്റിറ്റ്യൂഡ് പറഞ്ഞ സമയത്തും പ്രൊജക്ഷൻ എടുത്തത് ഇക്വിറ്റോറിയൽ പ്ലെയിനിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കാണ്. അതായത് നമ്മുടെ ഏർത്തിത്തെ ഒരു പോയിന്റ് ആണ് എന്ത്, ഈ പി എന്ന് പറഞ്ഞത് ഏർത്തിലുള്ള ഒരു പോയിന്റ് ആണ്. ആ പി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. ആ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ഇത്. ആ പോയിന്റിലേക്ക് നമ്മൾ സണ്ണിൽ നിന്ന് വരുന്ന റേ, ഇതിന്റെ പ്രൊജക്ഷനെ നമ്മൾ ആ ഒരു പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ലൈനാണ് ഇത്. അപ്പൊ ഈ ലൈനും നമ്മുടെ സണ്ണിന്റെ റേയും തമ്മിലുള്ള വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്ന പേരാണ് എന്ത്, ഓൾട്ടിറ്റ്യൂഡ് ആംഗിൾ ആൽഫ. ഓക്കെ, ദെൻ മറ്റൊരു ആംഗിൾ ആണ് ജെനിത്ത് ആംഗിൾ. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് തീറ്റ സെഡ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ ഒരു ആംഗിൾ, ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ആംഗിൾ ബിറ്റ്വീൻ ദ സൺസ് റേസ് ആൻഡ് ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ത്രൂ ദ പോയിന്റ്. അത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഈ സെയിം പോയിന്റിൽ നിന്ന് ഈ ഹൊറിസോണ്ടൽ ഉണ്ടല്ലോ, അതിന് നോർമൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ, ഇതാണ് നോർമൽ ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ലൈനും നമ്മുടെ സൺ റേയിനും ഇത് തമ്മിലുള്ള ഈ ആംഗിൾ നമ്മൾ പറയും ജെനിത്ത് ആംഗിൾ തീറ്റ സെഡ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ലൈന്, അതായത് നോർമൽ ലൈനും നമ്മുടെ പ്ലെയിനിൽ പ്രൊജക്ട് ചെയ്യുക ഈ ഒരു ലൈനും തമ്മിൽ ഉള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ആൽഫയുടെ വാല്യൂം തീറ്റ സെഡിന്റെ വാല്യൂം രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തീറ്റ സെഡ് പ്ലസ് ആൽഫ നമ്മൾ എപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. അതുകൊണ്ട് തന്നെ തീറ്റ സെഡും ആൽഫയും എന്താണ്, കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. ഇറ്റ് ഈസ് കോംപ്ലിമെന്ററി ആംഗിൾ ഓഫ് ദ സൺസ് ആൾട്ടിറ്റ്യൂഡ് ആംഗിൾ. തീറ്റ സെഡ് എന്ന് പറഞ്ഞാൽ ആൽഫയുടെ കോംപ്ലിമെന്ററി ആംഗിൾ ആണെന്നാണ് പറയുന്നത്. ദെൻ അടുത്തൊരു ആംഗിൾ ആണ് സർഫസ് അസിമുത്ത് ആംഗിൾ. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കി വെക്കുക. ഇതിനകത്ത് നമ്മളെ ഈ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ ഒരു പ്ലെയിൻ, ഈ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത ലൈനാണ് എന്ത്, ഈ പി ക്യു എന്ന് പറഞ്ഞത്. ഇവിടെ ഈ പി ക്യു എന്നുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ സൺസ് റേസിനെ നമ്മൾ ഈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തതാണ്. ഈ ലൈനും നമ്മുടെ സൗത്തും തമ്മിലുള്ള ഈ ആംഗിൾ ആണ് എന്ത് പറയുന്നത്, സർഫസ് അസിമുത്ത് ആംഗിൾ എന്ന് പറയും. ഇപ്പൊ ഫിഗർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിനകത്ത് ഇറ്റ് ഈസ് ദ ആംഗിൾ ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ബിറ്റ്വീൻ ദ ലൈൻ ഡ്യൂ സൗത്ത്, അതായത് സൗത്തിലേക്കുള്ള ലൈനും ആൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് സൺസ് റേസ് ഓൺ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് അസിമുത്ത് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഇത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ നോക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഈ പ്രൊജക്ഷൻ വരുന്നത് സൗത്തിന്റെ വെസ്റ്റ് സൈഡിലാണെങ്കിൽ പോസിറ്റീവ് എന്നും, അതേപോലെ സൗത്തിന്റെ ഈസ്റ്റ് സൈഡിലേക്കാണ് ഈ പ്രൊജക്ഷൻ വരുന്നെങ്കിൽ അത് നെഗറ്റീവ് എന്നും പറയും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ സദേൺ ഹെമിസ്ഫിയറിലും അതിന്റെ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യും. ഇതാണ് സർഫസ് അസിമുത്ത് ആംഗിൾ. അടുത്തൊരു ആംഗിൾ ആണ് സ്ലോപ്പ് അല്ലെങ്കിൽ ടിൽറ്റ് ആംഗിൾ. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ബീറ്റ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ഇതെന്ന് വിചാരിക്കാം.
ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മളിവിടെ ചരിഞ്ഞിട്ടുള്ള എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു പി വി പാനൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പി വി പാനൽ വെച്ചത് ഹൊറിസോണ്ടൽ സർഫസ് ആയിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ആംഗിളിന് പറയുന്ന പേരാണ് എന്ത്? സ്ലോപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വായിക്കാം, ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ പ്ലെയിൻ സർഫസ് വിത്ത് ദ ഹൊറിസോണ്ടൽ സർഫസ്. ഈ ആംഗിളിന് പറയുന്ന പേരാണ് ടിൽറ്റ്. ദ ആംഗിൾ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ഫോർ എ സർഫസ് സ്ലോപ്പിംഗ് ടുവാർഡ്സ് സൗത്ത്. അതായത് എർത്തിന്റെ സൗത്ത്, ഇതിപ്പോൾ എർത്ത് ആണെങ്കിൽ ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. ഈ സൗത്ത് ഭാഗത്തേക്കാണ് ചരിവെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് എന്ന് പറയും. അതേപോലെ നോർത്ത് സൈഡിലേക്കാണ് സ്ലോപ്പ് എങ്കിൽ എന്ത് പറയും? അത് നെഗറ്റീവ് എന്നും പറയും. അപ്പൊ ഇത്രയാണ് ബേസിക് സൺ എർത്ത് ആംഗിൾസ് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എനർജി ആൾട്ടർനേറ്റീവ്സിനെ പറ്റി പറഞ്ഞു. അതിൽ സോളാർ ഓപ്ഷൻ, ന്യൂക്ലിയർ ഓപ്ഷൻ പറഞ്ഞു. അതിനുശേഷം പ്രിൻസിപ്പിൾസ് ഓഫ് സോളാർ റേഡിയേഷനിൽ സോളാർ കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതേപോലെ സോളാർ റേഡിയേഷൻ റീച്ചിങ് എർത്ത് ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ബേസിക് സൺ എർത്ത് ആംഗിൾസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.